ഇതെന്താണ് ഇത്രയും പാവത്തിൽ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. പല പാവത്തിൽ പല രൂപത്തിൽ പലയിടത്ത് കാണപ്പെടും. അപ്പോഴേ സൂര്യനൊക്കെ അസ്തമിക്കാൻ പോവുക. കുറേ ലേറ്റായിട്ടേ ഇവിടെ ഇപ്പോൾ ഇരുട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ നല്ല ചൂട് സമയമാണല്ലോ. ഞാനും അമ്പാണിയും കൂടെ ഏട്ടൻ്റെ കൂടെ ഒന്ന് ഊരിയൊറ്റേ ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ദേ കുറച്ച് ആടുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആടിനെ ഇടിച്ചാലുണ്ടല്ലോ 10,000 റിയാലാണെന്നേ പോയി കിട്ടുന്നത്. 5,000 റിയാൽ എത്ര രൂപയാണെന്നല്ലേ? അതെ, ഒരു ഒമാൻ റിയാൽ ഇന്ത്യൻ രൂപയെ പറയുമ്പം 248 രൂപയുണ്ട് കേട്ടോ ഇന്നത്തെ റേറ്റിൽ. അതിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടി നോക്കിയേ 5,000 റിയാൽ എന്തോ ഉണ്ടെന്ന്. അപ്പോൾ ആടിനെ നമ്മൾ സേഫാക്കി നിർത്തണം. പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ ഏട്ടന് ഹാജരി വെക്കാനുണ്ടേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രാഫിക്കിലൊക്കെ പെട്ട് പിന്നെ ദേ നമ്മൾ തിരിച്ച് ഓഫീസിലോട്ട് എത്തിയിട്ടുണ്ടേ. അപ്പോഴും ഇരുട്ടെന്ന് വീണിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ ലൈറ്റൊക്കെ എല്ലായിടമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഇത്ര നേരമൊക്കെ നമ്മൾ യാത്ര ചെയ്തേല്ലയോ, ഇനിയിപ്പോൾ ഒരു തേയിലുള്ള ആയാലോ? അങ്ങനെ ഞാനൊരു തേയിലുള്ള ഇട്ട് കുടിക്കുക കേട്ടോ. അപ്പോൾ കാണാം അമ്പൂട്ടനും വേണം. അവനിങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ തേയിലവെള്ളത്തിന് അവനും ഹാജരി വെച്ചിട്ടുണ്ട്. അവനോട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സേ എടുത്തുള്ളൂ. എനിക്ക് ഏട്ടനോട് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. കണ്ടോ പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് കണ്ടോ. അങ്ങനെ അവനോട് ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് അവനും കൊടുക്കുവാണേ. അപ്പോൾ ഒരു ടീ ബാഗ് തന്നെ മതി, കാരണം അത്ര കറയൊന്നും വേണ്ടല്ലോ എല്ലാവർക്കും. ഇന്നേ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പിടിപ്പത് പണിയാട്ടോ. എന്ന് വെച്ചാൽ എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ആൾക്ക് കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല പണിയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് പോയിട്ട് വേണം ആ പണികൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്ഷീണം ഇവിടുന്നേ അങ്ങ് തീർത്തുകൊണ്ട് പോകാമെന്ന് കരുതി അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ തേയില വെള്ളം കുടിക്കുന്നത്. തേയിലുള്ളതിലേ ഞാൻ നന്നായിട്ട് പഞ്ചസാരയാക്കിയിട്ട് കുറുക്കിയാൻ കുടിക്കും. പക്ഷേ ചായയൊക്കെ കുടിക്കുമ്പോൾ ഞാൻ മധുരം ഉപയോഗിക്കാറില്ല. ഇപ്പോൾ എല്ലാവരും ഷുഗർ കട്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് എന്താ ആയ എന്ന് കരുതി ഞാനും അങ്ങ് കട്ട് ചെയ്തേ. പിന്നെ ഇതാ ഫബിക്കുട്ടിക്ക് എന്തോ പ്രിൻ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് പ്രിൻറ്റും എടുത്തു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ആൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വീടും പരിസരമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണമല്ലോ. അങ്ങനെ ഞാൻ എല്ലായിടമൊക്കെ ഒന്ന് അടിച്ച് വാരുക. ഇത്രയും പൊടി എന്താണെന്നായിരിക്കില്ലേ, എൻ്റെ മക്കൾ വീട്ടിലുണ്ട്, അവധിയാണല്ലോ. അങ്ങനെ തൂത്തുവാരൊക്കെ കഴിഞ്ഞിട്ട് ദേ 605 പൈസയ്ക്ക് ഒരു 3/4 കിലോ മത്തി ഇട്ടിട്ടുണ്ട്. നാട്ടിൽ മത്തിക്ക് നല്ല വിലയാണെന്ന് പറയുന്നത് കേട്ടെ. ഇവിടെ മത്തിക്ക് വലിയ വിലയൊന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ ആ മത്തിയെല്ലാം വെട്ടി വൃത്തിയാക്കി. 605 പൈസ എന്ന് വെച്ചാലേ നമ്മുടെ നാട്ടിലെ ഒരു 150 രൂപയ്ക്ക് അകത്ത് വരും. ഞാൻ പറഞ്ഞില്ലേ ഒരു റിയാൽ 248 രൂപയെന്ന്. അതിങ്ങനെ മാറിയും തിരിഞ്ഞ് നിൽക്കും ഓരോ ദിവസവും. ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്ക് നമുക്ക് കണക്കാക്കുമ്പോൾ ഇന്നത്തെ റേറ്റിന് ഒരു 150 രൂപയ്ക്ക് അകത്ത്. അങ്ങനെ തെറ്റുണ്ടോ എന്തോ കേട്ടോ, ഞാൻ കണക്കിന് പണ്ടേ മോശം. അപ്പോൾ പിന്നെ കുറച്ച് ചൂരയും കൂടെ മേടിച്ചിട്ടുണ്ട്. ചൂര മുളക് കറിയാണ്. ഒട്ടും തേങ്ങ വറുത്തരയ്ക്കോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല. മുളക് മാത്രം വെച്ചിട്ടുള്ള കറിയാണ്, മുളകും മല്ലി. പിന്നെ കുറച്ചെടുത്തൊന്ന് വറുത്തു. മത്തി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കഴുകി എടുത്തു. അപ്പോൾ അതിനകത്ത് കുറച്ച് മുട്ടയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് മത്തി പീര വെക്കാമെന്ന് കരുതി കുറച്ച് മത്തി എടുത്ത് നമ്മൾ വറക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പനിഞ്ഞിലെല്ലാം എടുത്ത് ഞാൻ വറുത്തു. അപ്പോൾ നമ്മുടെ മത്തി പീര വെച്ചതും റെഡി ആയിട്ടുണ്ട്. ചൂടിനൊരു ചെറിയ ശമനമുണ്ട്. വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്ക് ചൂടിനൊരു ചെറിയ ശമനമുണ്ട്. ഞങ്ങൾ വേസ്റ്റ് കളയാൻ പോവുക. മീൻ്റെയും എല്ലാത്തിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ. 8 മണിയാവാൻ പോകുന്നു. നമ്മൾ വേസ്റ്റൊക്കെ കളഞ്ഞു. പക്ഷേ 8 മണി ആയതുകൊണ്ടുണ്ടല്ലോ പിന്നെ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരൊക്കെ ചറപറ വണ്ടികളാണ്. നല്ല തിരക്കാണ്. അത് പിന്നെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ അവിടെ കളി നടക്കുക. ഭയങ്കര ബഹളം. അമ്പാടി അതിനകത്തുനിന്ന് കൂടിയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളിലൂടെ കളിക്കാൻ പോയേക്കോ അമ്പാടി. അതുകൊണ്ടവൻ വരുന്നില്ലെന്നേ. സമയം കുറേ ആയിട്ടും അമ്പാടി വരുന്നില്ലായിരുന്നു. ഞാനങ്ങനെ അവനെ ഒരു വിധത്തിൽ പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതേ നമ്മുടെ എല്ലാ ഐറ്റങ്ങളും റെഡിയായി. മീൻകറിയും മീൻ തോരനും മോരും മീൻ വറുത്തതും ബീട്രൂട്ട് തോരനും ഉണ്ട്. ഇത്ര ഐറ്റങ്ങൾ ഇത്രയും പെട്ടെന്ന് ചെയ്തോന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ തോരനും ചോറും ഒക്കെ നേരത്തെ വെച്ചിരുന്നത്. മീൻ മാത്രമേ ഇപ്പോൾ വെച്ചോളൂ കേട്ടോ. പിന്നെ മോരും വെച്ച്. അതിൻ്റെ ഇടയിൽ ഈ പനിഞ്ഞിൽ ഞാൻ വറുത്ത് വെച്ചെല്ലാം കൂടെ ഭവ്യക്കുട്ടി വന്ന് കഴിച്ചു. അപ്പോൾ അതിൻ്റെ സ്നേഹം കേട്ടോ അവൾ കാണിച്ചിട്ട് പോയത്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. ഫുഡ് എടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് പിന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. വെച്ചതൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെന്താണ്, മീൻ്റെ അഭിഷേകമാണ്. മീൻ്റെ സ്മെല്ല് നല്ലൊരുണ്ട്. മത്തി മേടിച്ചതേ കുറച്ച് സ്മെല്ലുണ്ടല്ലോ മത്തി ആവുമ്പോൾ. വറക്കുകയും കുറച്ച് പീര വയ്ക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കുള്ള സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ ഇനി എന്താണ്, ഇനി കുറച്ച് അപ്പത്തിന് അരയ്ക്കാനുണ്ട്. പിന്നെ ഞാനിവിടെ എക്സോസ് ഫാൻ ഇട്ടേക്കുന്നത്, അതിൻ്റെ സൗണ്ടുണ്ട്. ഞാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഇനി കുറച്ച് അരി അരയ്ക്കാനുണ്ട്. വേറെ എന്താണ്,
വേറെ വിശേഷമൊന്നുമില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ കൂടിക്കുക കേട്ടോ. ഇന്നിപ്പോൾ നിർത്തുക, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.